ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഞാനാണെങ്കിൽ പോസ്റ്റ് അടിക്കാതിരിക്കാൻ ഹെഡ്സെറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ ഉറങ്ങി എണീറ്റൊക്കെ എങ്ങനെയൊക്കെയോ ഇരിഞ്ഞാലക്കട എത്തി. പിന്നെ അവിടെ നിന്ന് തപ്പു പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ പൊന്നു എന്താണെന്നറിയില്ല, മനസ്സിലൊക്കെ എന്തോ ഒരു മനസ്സിൽ കയറ്റി വെച്ച ഒരു ഭാരമൊക്കെ ഇറങ്ങിപ്പോയ പോലെ, എന്തോ മനസ്സിനൊക്കെ ഒരു സന്തോഷം, ഒരു ഫ്രീ മൈൻഡ് ആയ പോലെ. അങ്ങനെ നാട്ടിലെത്തി, തപ്പൂനെ കണ്ട് അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ഒക്കെ വില അറിയണമെങ്കിൽ നമ്മൾ ഹോസ്റ്റലിൽ തന്നെ പോയി നിൽക്കണം. അങ്ങനെ അപ്പം ഞാൻ ഒരു 3 ദിവസം അവിടെ കാണും. അപ്പം അത്രയുള്ള വീഡിയോ. ടാറ്റാ. ഹായ് ഗൈസ്, അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ബസ്സിലിരിക്കുകയാണ്. പക്ഷേ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ എടുത്തു വെച്ചു, പക്ഷെ ചാർജ് ചെയ്യാൻ മാത്രം മറന്നുപോയി. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചാർജ് ഇല്ല എന്ന് മനസ്സിലായത്. പിന്നെ എങ്ങനെയൊക്കെയോ പോസ്റ്റ് അടിച്ച് ഉറങ്ങി എണീറ്റൊക്കെ എങ്ങനെയൊക്കെ ഇരിഞ്ഞാലക്കുട എത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ തപ്പു കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തപ്പു എന്നെ പിക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെന്താ, കുറേ നാളത്തിന് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. നാട്ടിലോട്ട് എത്തിയപ്പോൾ എന്തോ ഒരു ആശ്വാസം.